ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പീച്ച് ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു സന്തോഷം ലഭിക്കാൻ പോവുകയാണ്. ആ ഒരു സന്തോഷം എന്താണെന്ന് നോക്കാം നമുക്ക്. ഇവിടെ നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആവാൻ പോവുകയാണ്. നിങ്ങളുടെ ഹൃദയം തുറക്കുന്ന രീതിയിൽ എന്തോ ഒരു സന്തോഷം നിങ്ങൾക്ക് വരാൻ പോകുന്ന സമയം ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ ആ ഒരു ഭാഗ്യത്തിലെ ആ ഒരു സന്തോഷമാണത്. നിങ്ങൾ ഡിസർവ് ചെയ്യുന്ന സന്തോഷമാണത്. അതായത് എന്ത് സന്തോഷത്തിന് വേണ്ടിയാണോ നിങ്ങൾ ഇത്രയും കാലം വെയിറ്റ് ചെയ്തത്, ആ ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ അത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള സന്തോഷമായിരിക്കാം, അല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള സന്തോഷമായിരിക്കാം. ആ ഒരു സന്തോഷം സ്വന്തമാക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ആ ഒരു സന്തോഷം ലഭിച്ചാലേ നിങ്ങൾക്ക് പരിപൂർണമായിട്ട് നിങ്ങൾക്ക് ഒരു ഇത് ലഭിക്കുകയുള്ളൂ. അതായത് ഒരു സമ്പൂർണ്ണത ലഭിക്കുകയുള്ളൂ. അതായത് എനിക്ക് ഈ ഒരു സന്തോഷം ലഭിച്ചാൽ എൻ്റെ ഈ ഒരു ജന്മം തന്നെ സാർത്ഥകമാകുന്നതാണ് എന്ന് തോന്നത്തില്ലേ? അതേപോലെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ സ്വപ്നമായിരിക്കാം നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാവണം, അല്ലെങ്കിൽ വീട് വാങ്ങിക്കണം, അല്ലെങ്കിൽ ഒരു വസ്തു വാങ്ങിക്കണം. എന്തെങ്കിലും ഒരു ഡ്രീം നിങ്ങൾക്ക് ഉണ്ട്, സ്വപ്നം. ആ സ്വപ്നം നേടിയാൽ നിങ്ങൾക്ക് പരിപൂർണമായിട്ട് വിജയം ആയി എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്. ചില ആൾക്കാർക്ക് ചില കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നത്, നല്ലൊരു ജോലി സ്വന്തമാക്കണം, ഗവൺമെൻറ് ജോലി, അല്ലെങ്കിൽ പുറത്ത് പോയി ജോലി സ്വന്തമാക്കണം, അല്ലെങ്കിൽ പുറത്ത് പോയി പഠിക്കണം സ്കോളർഷിപ്പോട് കൂടി. അങ്ങനെ എന്തൊക്കെയോ ഒരു അച്ചീവ്മെൻറ്റ് നിങ്ങൾക്കുണ്ട്. ഇവിടെ നിങ്ങളുടെ സന്തോഷം എന്തായിക്കൊള്ളട്ടെ, നിങ്ങളുടെ സ്വപ്നം എന്തായിക്കൊള്ളട്ടെ, നിങ്ങൾ മാക്സിമം നിങ്ങളുടേതായ രീതിയിൽ പല ഉപായങ്ങളും ചെയ്തതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് എത്രത്തോളം ശ്രമങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്തു, അത്രത്തോളം ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്ത് കഴിഞ്ഞു നിങ്ങൾ. ഇവിടെ നിങ്ങളുടെ ആ ഒരു ഹാർട്ടിൽ ഒരു ലോക്ക് ഉള്ളതായിട്ട്, ആ ലോക്ക് ഉള്ളത് കാരണം നിങ്ങൾ ആഗ്രഹിച്ചാലും നിങ്ങളുടെ ആ ഒരു സന്തോഷം നിങ്ങളിലേക്ക് എത്താൻ കുറച്ച് സമയമെടുത്തായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആ ഒരു സന്തോഷം സ്വന്തമാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു എന്നിവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് ചില ഡ്രീംസ് ഉണ്ട്. ആ ഒരു ഡ്രീംസ് ഹൃദയം കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പൂർണ്ണമാക്കണമെന്ന്. പക്ഷേ നിങ്ങളുടെ ആ ഒരു സ്ഥിതികൾ നിങ്ങൾക്ക് നേർ വിപരീതമായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു ഡ്രീംസ് പൂർണ്ണമാക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു സാഹചര്യം എന്ന് പറയുന്ന സ്റ്റക്കായിട്ടുള്ള സാഹചര്യമാണ്. കാരണം സ്ഥിതികൾ നിങ്ങൾക്ക് ഫേവറായിട്ടല്ല ഉള്ളത്. ആ സ്ഥിതികൾ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ് സ്റ്റക്കായിട്ടിരിക്കാൻ വേണ്ടി. ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ വീണ്ടും ആ ഒരു സന്തോഷത്തിൻ്റെ പിറകെ പോയാൽ വീണ്ടും നിങ്ങൾക്ക് സ്റ്റക്കാകുക മാത്രമല്ലാതെ വേറെ ഒരു വഴിയും ഇല്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ ജാഗരൂകനാക്കാൻ ശ്രമിക്കുകയാണ്. അതായത് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ വീണ്ടും ഓപ്പൺ ആക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു സന്തോഷത്തിൻ്റെ പിറകെ പോവാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. പക്ഷേ വീണ്ടും സ്റ്റക്കായിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുമോ എന്നുള്ള പേടിയാണ് നിങ്ങൾക്ക്. ഇവിടെ നിങ്ങൾക്കൊരു പേടി മനസ്സിലെപ്പോഴും ഉണ്ടാകുന്നു. എന്തെങ്കിലും സന്തോഷം എനിക്ക് ലഭിക്കുകയാണെങ്കിൽ എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റുമോ, ഞാൻ എൻജോയ് ചെയ്താൽ വീണ്ടും എൻ്റെ സന്തോഷം എന്നിൽ നിന്ന് പോകുമോ, അങ്ങനെയൊക്കെയുള്ള പേടി നിങ്ങൾക്കുണ്ട്. ഇവിടെ നിങ്ങൾക്ക് എന്ത് സന്തോഷം ലഭിക്കുന്നുണ്ടെങ്കിലും അത് സ്റ്റെബിലിറ്റിയോട് കൂടി നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങളുടെ ആ ഒരു സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ അത്രമാത്രം സ്ട്രഗിളാണ് അനുഭവിച്ചത്. നിങ്ങൾക്ക് എന്ത് കാര്യമാണെങ്കിലും മറ്റുള്ളവരെ പോലെ പെട്ടെന്ന് ലഭിക്കത്തില്ല. എല്ലാത്തിനും നിങ്ങൾക്ക് സ്ട്രഗിൾ അനുഭവിക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു. നിങ്ങൾ എപ്പോഴാണോ ഗീവപ്പ് ആയിട്ടുള്ള ആ ഒരു മോഡിൽ വരുന്ന, അതുവരെ നിങ്ങൾക്ക് സ്ട്രഗിൾ അനുഭവിക്കേണ്ടതായിട്ട് തന്നെ വരുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾക്കറിയാമല്ലോ, യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക, സറണ്ടർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുക, യൂണിവേഴ്സിൽ വിശ്വസിച്ച് വെയിറ്റ് ചെയ്യുക. ഉറപ്പായിട്ടും സ്ഥിതികൾ നിങ്ങൾക്ക് ഫേവറായിട്ട് വരുന്നതാണ്. ഇവിടെ വീണ്ടും നിങ്ങളുടെ ചേതനകളെ ദൈവം ഉണർത്തുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു റീസൺ ഇല്ലാതെ ദൈവം അത് ശ്രമിക്കത്തില്ല. അപ്പോൾ ദൈവത്തിൽ വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. ഇവിടെ നിങ്ങൾക്ക് എന്ത് കാര്യം ലഭിക്കുന്നുണ്ടെങ്കിലും അത് സ്റ്റെബിലിറ്റിയോട് കൂടിയായിരിക്കും ലഭിക്കുന്നത്. ആദ്യം നിങ്ങളുടെ ഹാർട്ട് ചക്രയായിരിക്കും അപ്പോൾ ഓപ്പൺ ആവുന്നത്. നിങ്ങളുടെ ലൈഫ് റിലേറ്റഡ് ആയിട്ട് എവിടെയാണോ നിങ്ങൾക്ക് വിശ്വാസമില്ല അവസാനിച്ചത്, അവിടെ തൊട്ട് വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ആൾക്കാരിലല്ല നിങ്ങൾക്ക് ട്രസ്റ്റ് ഉണ്ടാവുന്നത്, നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്കൊരു ട്രസ്റ്റ് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ജീവിതത്തോടൊരു വിശ്വാസം, നിങ്ങളിലൊരു വിശ്വാസം, നിങ്ങളുടെ ഭക്തിയിലുള്ള ഒരു വിശ്വാസം, അതെല്ലാം കൂടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആകുമ്പോൾ തന്നെ നിങ്ങൾ പ്രകൃതിയുമായിട്ട് കണക്റ്റ് ആവും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളിലൊരു വിശ്വാസം ഉണ്ടാവും.
നിങ്ങൾക്ക് ഇങ്ങനെ തോന്നും, എനിക്ക് ജീവിതം നല്ല രീതിയിൽ ജീവിക്കണം, ഇനി എനിക്ക് വയ്യ ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുക, അങ്ങനെ ഒരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ വരും. സ്ഥിതികൾ അപ്പോൾ നിങ്ങൾക്ക് ഫേവറായിട്ട് മാറുകയും ചെയ്യുന്നതാണ്. ഇവിടെ എന്ത് കാര്യം റിലേറ്റഡ് ആയിട്ടാണ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ദുഃഖം അനുഭവിക്കേണ്ടി വന്നത്, ആ ഒരു കാര്യം റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു മഹാസുഖം ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഇങ്ങനെ ഒരു പാറ്റേണിലായിരിക്കത്തില്ല ഇത് സംഭവിക്കുന്നത്. അത് നിങ്ങൾ എത്രത്തോളം ദുഃഖം അനുഭവിക്കാമോ അത്രത്തോളം ദുഃഖം അനുഭവിക്കുക, ഒരേ പാറ്റേൺ തന്നെ അനുഭവിക്കുക, അങ്ങനെ ആയിരിക്കത്തില്ല അത് ഉണ്ടാവുന്നത്. അതായത് ജീവിതത്തിൽ ഒരു സമയം നിങ്ങൾക്ക് തോന്നി നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും ഇരുട്ട് മാത്രമാണ്, അന്ധകാരം മാത്രമാണ്, വെളിച്ചമില്ല എന്ന്. പക്ഷേ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് തോന്നും ആ വെളിച്ചം വന്നു, ബ്രഹ്മമുഹൂർത്തമായി, ഉണരാൻ സമയമായി, വെളിച്ചം എൻ്റെ ജീവിതത്തിൽ വന്നു എന്ന് തോന്നും. ഇവിടെ 33 നമ്പർ കണ്ടപ്പോഴെല്ലാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പരാജയങ്ങളാണ് നേരിടേണ്ടി വന്നത്. പക്ഷേ ഇനി ഇതിൻ്റെ വിപരീതമായിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നത്, വിജയമാണ് നിങ്ങൾക്കുണ്ടാവാൻ പോകുന്നത്. ഈ ഒരു സമയം നിങ്ങളുടെ ഭാഗ്യം നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് നിങ്ങളുടെ ഭാഗ്യം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഈ ഒരു കാര്യങ്ങളുടെ എല്ലാം തുടക്കം നിങ്ങളുടെ ലൈഫിൽ സ്റ്റാർട്ടായി കഴിഞ്ഞു എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ സമയം സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആക്കുകയാണ് നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ചെയ്യാൻ വേണ്ടി. ഇവിടെ സമയം നിങ്ങൾക്ക് ഫേവറായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് ഫേവറായിട്ടാണ് സംഭവിക്കാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ ഭാഗ്യം നിങ്ങൾക്ക് ഫേവറാകും, സ്ഥിതികൾ നിങ്ങൾക്ക് ഫേവറാവും, സമയം നിങ്ങൾക്ക് ഫേവറാവും. ഇതാണ് എപ്പോഴും എല്ലാവരും പറയുന്നത്, സമയം വളരെ ബലവാനാണെന്ന്. ആ ഒരു സമയം നമുക്ക് ഫേവറായി വരികയാണെങ്കിൽ നമ്മളും ബലവാനായി മാറുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഫീലാവുകയും ചെയ്യുന്നതാണ് നിങ്ങളുടെ ലൈഫിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ. നിങ്ങൾ റിസ്ക് ടേക്കറായി മാറുകയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അങ്ങനെയുള്ള ചില സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിലുണ്ട്. അപ്പോൾ നിങ്ങൾ റിസ്ക് ടേക്കറായി മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ 50-50 ചാൻസേ ഉള്ളൂ എന്തോ ഒരു കാര്യത്തിന്. അങ്ങനെ ആയിട്ട് പോലും നിങ്ങൾ റിസ്ക് ടേക്കറായി മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ സ്ഥിതികളെ എല്ലാം നോക്കിക്കണ്ട് പ്ലാൻ ചെയ്ത് നിങ്ങൾ തീരുമാനം എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങളുടെ ബുദ്ധിയുടെ അനുസാരത്തിൽ അവിടെ നിങ്ങൾക്ക് വിജയം ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു ലൈഫിൽ 70-30 ഈ ഒരു ചാൻസേ ഉള്ളൂ. 70യും മോശമാവാനാണ് ചാൻസ്, 30 ആയിരിക്കും നല്ലത് സംഭവിക്കാനുള്ള ചാൻസ്. അപ്പോൾ നിങ്ങൾക്കിടെ മുന്നിൽ ഇങ്ങനൊരു സ്ഥിതി വരുമ്പോൾ നിങ്ങൾ ആദ്യം വിചാരിക്കും എന്തായാലും ലൈഫിൽ റിസ്ക് എടുത്തേ പറ്റൂ, 30 എങ്കിൽ 30, അങ്ങനെ നിങ്ങൾ റിസ്ക് എടുത്ത് അതിൽ വിജയിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥിതികൾ നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ആയി വരും. അപ്പോൾ നിങ്ങൾ റിസ്ക് ടേക്കറായി മാറുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ആ ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആവാൻ പോവുകയാണ്. നിങ്ങൾക്കിനി അങ്ങോട്ട് ഗ്രീൻ കളറിലോട്ട് കൂടുതലായിട്ട് ശ്രദ്ധ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഗ്രീൻ കളർ വസ്ത്രം ധരിക്കുക, ഗ്രീൻ കളർ പെയിൻറ്റ് വീട്ടിലടിക്കുക, ഗ്രീൻ കളർ കട്ടൻ യൂസ് ചെയ്യുക, ഗ്രീൻ കളർ എന്തായാലും ഗ്രീൻ കളർ വാങ്ങിക്കുക, പ്ലേറ്റ് അങ്ങനെയൊക്കെ സാധനങ്ങൾക്ക് ഗ്രീൻ കളർ കുപ്പി എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഷോപ്പിങ്ങിന് പോകുന്നെങ്കിൽ നിങ്ങളുടെ കൈ ആദ്യം പോകുന്ന ഗ്രീൻ കളറിലേക്കായിരിക്കും. ഇതുകൂടാതെ ഗ്രീൻ കളറിലുള്ള സാധനങ്ങളായിരിക്കും നിങ്ങൾക്ക് ചുറ്റിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇതുകൂടാതെ ക്യാഷ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ലാഭം ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് ഞാൻ ഇന്നലത്തെ റീഡിങ്ങിൽ പറഞ്ഞ പോലെ നിങ്ങൾ ഇന്ന് സാധനം വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോൾ അതിൻ്റെ റേറ്റ് വളരെ കുറവായിരിക്കും. 2 ദിവസം മുന്നേ അതിൻ്റെ റേറ്റ് കൂടുതലായിരുന്നു, പക്ഷേ നിങ്ങൾ വാങ്ങിക്കാൻ പോയ ദിവസം കുറവായിരുന്നു റേറ്റ്. അതിലൂടെ നിങ്ങൾക്ക് ലാഭം ലഭിക്കുക. ഇന്നലെ റീഡിങ്ങിൽ ഞാൻ പറഞ്ഞാണ് ഈ ഒരു കാര്യം. കാരണം സമയം ഫേവർ ആകുമ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ വീണ്ടും വീണ്ടും റീഡിങ്ങിൽ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. ഇവിടെ എന്തെങ്കിലും വലിയ പ്രോപ്പർട്ടി അല്ലെങ്കിൽ വലിയ ഒരു എന്തോ ഒരു വാങ്ങിക്കൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഒരു ലാഭം ലഭിക്കുന്നതായിട്ട്, ഇനി വിൽക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്ക് ലാഭം ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങൾ ഈ ഒരു സമയം സ്വയം പറയും നിങ്ങളോട്, ഇങ്ങനെ ഒരു ഭാഗ്യത്തിൻ്റെ സപ്പോർട്ട് ഇതിന് മുന്നേ എനിക്ക് കണ്ടില്ല എന്നുള്ള, ഇപ്പോഴാണല്ലോ എനിക്ക് കിട്ടുന്നത് എന്ന്. അതാണ് പറഞ്ഞത്, നിങ്ങളുടെ കൂടെ ഇതിന് വിപരീതമായിട്ടാണ് ഇത്രയും നാൾ കാര്യങ്ങൾ നടന്നത്. ഇനി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് വിപരീതമായിട്ടാണ് കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്. ഇപ്പോൾ മോശം അവസ്ഥയിലാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ അതിൻ്റെ ആ ഒരു വിപരീത അവസ്ഥയിലേക്ക് നിങ്ങളുടെ ഒരു ലൈഫ് പോകുന്നതാണ്. മുന്നേക്ക് നിങ്ങൾ എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോൾ അതിൻ്റെ വാല്യൂ വളരെ കൂടുതലായിരുന്നു. അതായത് നിങ്ങൾ വാങ്ങിക്കുന്നതിൻ്റെ തലേ ദിവസം അതിൻ്റെ വാല്യൂ കൂടി. പക്ഷേ നിങ്ങൾക്ക് വാങ്ങിക്കാതിരിക്കാനും പറ്റത്തില്ല, വാങ്ങിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ അങ്ങനെ വാങ്ങിച്ചു, പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ വാല്യൂ വീണ്ടും കുറഞ്ഞു. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നഷ്ടമുണ്ട്. പക്ഷേ ഇനി അങ്ങനെയല്ല ഇനി നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്, നേരെ വിപരീതമായിട്ടാണ് സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ മിറർ എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ എന്താണോ ഫേസ് ചെയ്യുന്നത് അതിൻ്റെ വിപരീതമായിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ നടക്കാൻ
നടക്കാൻ പോകുന്നത്. ഇവിടെ എൻ്റെ റീഡിങ് കണ്ടിട്ട് ഒന്നും അവരുടെ ലൈഫിൽ റെസൊണേറ്റ് ആവുന്നില്ല എന്ന് പറഞ്ഞ് ഇന്നലെ 2-3 കമൻറ്റ് ഞാൻ വായിച്ചായിരുന്നു. എല്ലാവരുടെയും ലൈഫിൽ എല്ലാം ഒരേപോലെ ആവണമെന്നില്ല. ചില ആൾക്കാർക്ക് പെട്ടെന്ന് റെസൊണേറ്റ് ആകും, ചില ആൾക്കാർക്ക് പതുക്കെ ആയിരിക്കും റെസൊണേറ്റ് ആകുന്നത്. നിങ്ങളുടെ കർമ്മഫലം എന്നുള്ള ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ആ ഒരു കർമ്മഫലം എങ്ങനെയാണോ അതനുസരിച്ചാണ് നിങ്ങളുടെ ലൈഫിൽ നല്ലതും ചീത്തയും നടക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. മുന്നേ നിങ്ങൾക്ക് റെസൊണേറ്റ് ആയി, പക്ഷേ ഇപ്പോൾ റെസൊണേറ്റ് ആവുന്നില്ല എങ്കിൽ കർമ്മത്തിൻ്റെ ആ ഒരു കാര്യങ്ങൾ ഉണ്ടാവും, ഇല്ലെങ്കിൽ ഗ്രഹദോഷത്തിൻ്റെ ആ ഒരു കാര്യം ഉണ്ടാവും. ഗ്രഹനിലയിൽ ഏത് ഗ്രഹം ഏത് സ്ഥാനത്താണ് ഉള്ളത് അതനുസരിച്ചുള്ള ദോഷമുണ്ടാകും. ഇവിടെ എന്തായാലും എൻ്റെ റീഡിങ് എല്ലാവർക്കും റെസൊണേറ്റ് ആകണമെന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ റീഡ് ചെയ്യുന്നത്. ഇനി റീഡിങ്ങിലോട്ട് പോവാം നമുക്ക്. ഇന്ന് നിങ്ങൾക്ക് ദുഃഖമാണെങ്കിൽ നാളെ നിങ്ങൾക്ക് 100% സുഖമായിരിക്കും ലഭിക്കുന്നത്. ഇന്ന് നിങ്ങൾക്ക് സുഖമാണെങ്കിൽ നാളെ 100% മഹാസുഖമായിരിക്കും ലഭിക്കുന്നത്. റീഡിങ്ങിൽ അങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് വിപരീതമായിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്. ഇന്ന് നിങ്ങളിപ്പോൾ ദുഃഖമാണ് അനുഭവിക്കുന്നതെങ്കിൽ നാളെ സുഖമായിരിക്കും. ഇവിടെ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. നിങ്ങൾ എന്തോ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണിപ്പോൾ, അതിൽ നിങ്ങൾക്ക് വിക്ടറി ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടാണ് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കതിൽ വിക്ടറി ഉണ്ടാകും, വിജയം ഉണ്ടാകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ചോദ്യം എന്തായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു ടെൻഷൻ പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കാൻ പോകുന്ന ആ ഒരു എനർജിയാണ് 3-3യുടെ എനർജിയായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ മനസ്സ് ഇത്രത്തോളം ഫ്രീ ആകും, എന്തോ ഒരു ബന്ധനത്തിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി ലഭിച്ചതുപോലെ മനസ്സ് ഫ്രീ ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എപ്പോഴെങ്കിലും 52 നമ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുക, ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു വേദന നിങ്ങൾക്കുണ്ടാകും. അത് മറ്റൊരാളോട് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് മനസ്സിലാകണമെന്നില്ല. ഇവിടെ ചില ആൾക്കാർ അത് മനസ്സിലാക്കിയിട്ട് മനസ്സിലാവാത്തതുപോലെ നിങ്ങളോട് പെരുമാറും. അപ്പോൾ നിങ്ങളോട് ഈശ്വരൻ പറയുന്നത്, നിങ്ങളുടെ എന്ത് വേദനയായാലും അത് പ്രകൃതിക്കറിയാം, ഈശ്വരനറിയാം. അതുകൊണ്ട് അത് ആലോചിച്ച് നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്. ഇവിടെ സഡൻ ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നതാണ്. അതായത് ഇന്ന് നിങ്ങൾ കരയുകയാണെങ്കിൽ നാളെ നിങ്ങൾ സന്തോഷിക്കുന്നതായിട്ടുള്ള ആ ഒരു എനർജിയിലേക്ക് മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾ സ്വയം ഇങ്ങനെ പറയും, ഇന്നലെ ഞാൻ കരയുകയായിരുന്നു, ഇന്ന് ഞാൻ പക്ഷേ സന്തോഷിക്കുകയാണ്, ചിരിക്കുകയാണ്. ഇന്നലെ ഞാൻ ടെൻഷനിലായിരുന്നു, ഇന്ന് ഞാൻ വളരെ ഹാപ്പി ആയിട്ടാണ് ഉള്ളത്. അങ്ങനെ നിങ്ങൾ സ്വയം നിങ്ങളോട് തന്നെ പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ വളരെ വലിയ രീതിയിൽ സംഭവിക്കാൻ പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നതാണ്. അതായത് നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം പൂർണ്ണമായി, ഇനി ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്യാൻ ദൈവത്തിൻ്റെ അടുത്ത് പോയാൽ മാത്രം മതി, അങ്ങനെ തോന്നും. അത്രമാത്രം സന്തോഷം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഉണ്ടാകും. ഇവിടെ 100% നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് പൂർത്തിയാകുമ്പോൾ നിങ്ങൾ ദൈവത്തിനോട് ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്യാൻ പോകും. ചിലപ്പോൾ വേറെ എവിടെ ദൂര ക്ഷേത്രത്തിലായിരിക്കാം, അല്ലെങ്കിൽ ദൂരെ എവിടെയെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും, ഇന്നതുപോലെ ഞാൻ എൻ്റെ പ്രാർത്ഥന പൂർത്തിയായാൽ ഇവിടെ വരാമെന്ന്. അങ്ങനെ നിങ്ങൾ ദൂരെ ഏതോ അമ്പലത്തിൽ പോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ 100% നിങ്ങൾ ഏതോ ഒരു ധാർമ്മിക സ്ഥലത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്യാൻ പോകും എന്ന് തന്നെയാണ് വീണ്ടും മെസ്സേജ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ മാരേജ് റിലേറ്റഡ് ആയാലും നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ആയാലും 50 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നടക്കുകയും നിങ്ങൾ ആ ആഗ്രഹം നടക്കുമ്പോൾ നിങ്ങൾ ആ ഒരു ധാർമ്മിക സ്ഥലത്ത് പോവുകയും ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ദിവസങ്ങൾ കുറച്ച് കൂടുതലായിട്ടാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇത്രയും ദിവസമൊന്നും സഹിക്കാൻ പറ്റത്തില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഇവിടെ വന്ന ഡേറ്റ് എന്താണോ അത് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇവിടെ എന്തായാലും 52 ഡേയ്സിനുള്ളിൽ എന്തോ ചെറിയ കാര്യമല്ല നിങ്ങളുടെ സാധ്യമാകാൻ പോകുന്നത്, എന്തോ വലിയൊരു കാര്യമാണ്, ആഗ്രഹമാണ് സാധ്യമാകാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങളുടെ മുന്നിൽ എത്തിയതിന് ശേഷമുള്ള 52 ഡേയ്സ് അതാണ് നിങ്ങൾ നോക്കേണ്ടത്. ഈ ഒരു 52 ഡേയ്സ് നിങ്ങൾക്ക് വളരെ മഹത്വപൂർണ്ണമാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു 52 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ വലിയ ഒരു ചേഞ്ച് ഉണ്ടാകും എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്ന് തന്നെ കലണ്ടറിൽ നിങ്ങൾ ഇന്ന് റീഡിങ് കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തൊട്ട് 52 ദിവസം, അതായത് 2 മാസം, അതിനുള്ളിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടായി എന്ന് ഉറപ്പായിട്ടും നിങ്ങൾ നോട്ട് ചെയ്യുക. ഇവിടെ എന്തോ ഒരു മാറുന്നതായിട്ട്, ഒരു ഇപ്പോഴുള്ള ആ ഒരു തലത്തിൽ നിന്ന് വേറെ തലത്തിലേക്ക് നിങ്ങളുടെ ലൈഫ് പോകുന്നതായിട്ട്, അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ പല രീതിയിലും നല്ല മാറ്റങ്ങൾ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്.
അതായത് പുതിയ ഒരു സീരീസിൽ നിന്ന് നിങ്ങളുടെ ലൈഫ് തുടങ്ങുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു ഈ 52 ഡേയ്സിനുള്ളിൽ. ഇവിടെ എന്തായാലും എന്ത് ഒരു മാറ്റം വന്നാലും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഭയങ്കരമായിട്ട് ഷോ ചെയ്യും ദൈവത്തിനോട് എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പരിവർത്തനം ഈ ഒരു സമയം നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. അത് സ്വീകരിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറായിക്കൊള്ളൂ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ജോബ് 52 ഡേയ്സിനുള്ളിൽ ലഭിക്കുന്നതായിരിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ആകും. അവിടുത്തെ ആ ഒരു ഷിഫ്റ്റ് ആയതിനു ശേഷം അവിടുത്തെ ആ ഒരു വസ്തുവിൻ്റെ ആ ഒരു നല്ല ഇത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ആ ഒരു വസ്തുവിൽ നിങ്ങൾ കാൽ വച്ചതിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ നല്ലത് മാത്രം സംഭവിക്കുന്ന ആ ഒരു എനർജി. അതായത് ഒരു വസ്തുവുമായിട്ട് നിങ്ങൾക്കൊരു സമ്പർക്കം ഭയങ്കരമായിട്ട് ഉണ്ടാകും. അത് ചിലപ്പോൾ ഒരു വസ്തുവായിരിക്കാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ എൻട്രി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിരിക്കും ഈ 52 ഡേയ്സിനുള്ളിൽ. ഇല്ല എങ്കിൽ നിങ്ങളുടെ ലൈഫിൽ മുന്നേ ഉള്ള ആ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ഭാഗ്യത്തിലൊരു മാറ്റം ഉണ്ടായപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു മാറ്റം നിങ്ങൾക്കും വന്നതായിരിക്കാം. അവരുടെ ആ ഒരു ഗ്രഹനിലയിൽ നല്ല ഒരു രാജയോഗമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ യോഗത്തിൻ്റെ ആ ഒരു എഫക്റ്റ് നിങ്ങൾക്കും വന്നതായിരിക്കാം. ഇവിടെ എന്തായാലും ഈ ഒരു 52 ഡേയ്സിനുള്ളിൽ മേജർ ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. ഈ ഒരു 52 ഡേയ്സിൽ നിങ്ങൾ കർമ്മത്തിൽ കൂടുതൽ വിശ്വസിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഞാൻ എന്ത് കർമ്മമാണോ ചെയ്തത് അതനുസരിച്ചുള്ള ഫലമാണ് എനിക്ക് തന്നത് ദൈവം എന്നുള്ള രീതിയിൽ. നമുക്കൊരിക്കലും ഭാഗ്യം ലഭിക്കുമെന്ന് വിശ്വസിച്ചിരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ കർമ്മമാണ് നമ്മുടെ സർവോപരി, അല്ലേ? അങ്ങനെയല്ലേ എല്ലാവർക്കും? ഈ ഒരു 52 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ ഹിഡൻ ടാലൻറ്റ് എന്താണോ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ജോബ് ചെയ്യണോ ബിസിനസ് ചെയ്യണോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണ് എങ്കിൽ ആ ഒരു കൺഫ്യൂഷൻ മാറി ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങളുടെ ടാലൻറ്റ് ഏതിലാണോ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഈ ഒരു 52 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ കൺഫ്യൂഷൻ മാറിപ്പോകുന്നതായിട്ടും നിങ്ങൾ എന്തോ വലിയൊരു ആക്ഷൻ നിങ്ങൾ എടുക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ ചില ആൾക്കാർ ഈ പോകുന്ന വഴി തെറ്റാണ്, നിങ്ങൾ ഈ വഴി പോവരുത്, അങ്ങനെ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്ന ഈ ഒരു ടൈം നിങ്ങൾ ഒരിക്കലും അവരുടെ വാക്കിൽ വീണ് പോവരുത്. ഇവിടെ ചില വ്യക്തികൾ നിങ്ങൾ ഈ വഴിയിൽ കൂടെ പോകുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യത്തില്ല എന്നും പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ചില കാര്യങ്ങൾ അൺഫോൾഡ് ആവാൻ പോവുകയാണ് നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾക്ക് നേരത്തെ തന്നെ ഇൻറ്റ്യൂഷനും ഉണ്ടാവുന്നുണ്ട് ഈ കാര്യം പുറത്ത് വരാൻ പോവുകയാണ്, അൺഫോൾഡ് ആവാൻ പോവുകയാണ് എൻ്റെ ലൈഫിൽ എന്ന്. ഇവിടെ എന്ത് കാര്യമായാലും അത് നിങ്ങളുടെ മുന്നിൽ വരും. അത് മാക്സിമം ന്യൂ മൂൺ ഫുൾ മൂൺ ആ ദിവസങ്ങളിലായിരിക്കും വരുന്നത് ഈ വരാൻ പോകുന്ന. ഇവിടെ ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ചില ശത്രുക്കൾ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആക്കിയിരിക്കുകയാണ്. അതായത് ക്യാഷ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് വളരെ മോശം അവസ്ഥയിൽ കൂടി പോകേണ്ട രീതിയിലുള്ള സിറ്റുവേഷൻ ക്രിയേറ്റ് ആക്കിയിരിക്കുകയാണ്. ഈ ഒരു ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഈ ഒരു പ്രശ്നം കാരണം നിങ്ങൾക്ക് ലൈഫിൽ ലോസ് ആണ് കൂടുതലായിട്ടും ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അതായത് ഒരു വ്യക്തിയുടെ തെറ്റിൻ്റെ ആ ഒരു ഭുഗ്താനം ചെയ്യേണ്ടി വന്നത് നിങ്ങൾക്കായിരുന്നു. അതായത് അവർ തെറ്റ് ചെയ്തിട്ട് അവർ ഫ്രീ ആയി, എന്നിട്ട് അതിൻ്റെ ആ ഒരു ഫലം അനുഭവിച്ചത് നിങ്ങൾ. ചിലപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ലീഗൽ പ്രോബ്ലം നിങ്ങളുടെ മേലിപ്പോൾ ഉണ്ടായിരിക്കാം. അതിൻ്റെ ആ ഒരു പ്രശ്നം നിങ്ങളിപ്പോൾ ഫേസ് ഇല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഇത് നിങ്ങളിപ്പോഴും ആ ഒരു ക്യാഷ് അടച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം. വേറൊരാൾ എടുത്തതായിരിക്കാം, അത് പക്ഷേ അടയ്ക്കുന്നത് നിങ്ങളായിരിക്കാം. എന്തായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ലീഗലായിട്ടുള്ള ഇഷ്യൂ എന്തായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ശത്രുവാണത് നിങ്ങളുടെ മേൽ ചെയ്തത്. നിങ്ങളുടെ ആ ഒരു കുടുംബത്തിൻ്റെ ആ ഒരു സ്ഥിതി ഇപ്പോൾ വളരെ തകരാറുള്ള അവസ്ഥയാണ് ഈ ഒരു പ്രശ്നം കാരണം, ഈ ഫിനാൻഷ്യൽ മാറ്റർ കാരണം. ഇപ്പോൾ നിങ്ങൾ ന്യായത്തിൻ്റെ പ്രാർത്ഥനകൾ ചെയ്യാണ് ദൈവത്തിനോട്. ഞാൻ ഒരു തെറ്റും ചെയ്യാതെ തന്നെ എനിക്ക് മറ്റൊരാളുടെ ആ ഒരു തെറ്റിൻ്റെ ആ ഒരു ഫലം അനുഭവിക്കേണ്ടി വന്നല്ലോ ദൈവമേ എന്നുള്ള രീതിയിൽ. അതായത് ഈ ഒറ്റ കാരണം കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം കുറിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല. എപ്പോഴും ഈ ഒരു പ്രശ്നം കാരണം തളർന്നിരിക്കുന്ന ആളായിട്ടാണ് നിങ്ങളെ കാണാൻ സാധിക്കുന്നത്. അതായത് ലൈഫിൽ ഒരു പുതിയ ഒരു ഡയറക്ഷൻ ചൂസ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല. ഒരു ന്യൂ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്ന ലൈഫിൽ അത്രമാത്രം വിഷമത്തിലാണ് നിങ്ങൾ. എന്തായാലും ഈ ഒരു 52 ഡേയ്സിനുള്ളിൽ ഈ ഒരു കാര്യത്തിൽ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഇവിടെ ഈ ഒരു 52 ഡേയ്സിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയൊരു ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ ഒരു ആക്ഷൻ നിങ്ങൾ എടുക്കുന്നതിലൂടെ ഫിനാൻഷ്യൽ മാറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒരു നല്ല ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും. നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് അപ്പോൾ സ്റ്റേബിൾ ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്.
അപ്പോൾ എന്തായാലും ഒരു മിറാക്കിളിൻ്റെ ആ ഒരു സംഭാവന 52 ഡേയ്സിനുള്ളിൽ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ആരെങ്കിലും നിങ്ങളെ ലീഗൽ ഇഷ്യൂവിൽ പെടുത്തിയതാണ് എങ്കിൽ ഈ ഒരു 52 ഡേയ്സിനുള്ളിൽ അതിൽ ഒരു വിജയം നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു ലീഗൽ ഇഷ്യൂവിൽ ഇവിടെ ജഡ്ജ്മെൻറ്റ് നിങ്ങൾക്ക് ഫേവറായിട്ട് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ചിന്തിക്കുക. അതായത് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കുക, എന്നിട്ട് നിങ്ങൾ പറയുക നിങ്ങളുടെ അഫർമേഷൻസ് എന്താണോ, എന്നിട്ട് ആ വെള്ളം കുടിക്കുക. ഇവിടെ ഏതെങ്കിലും ഒരു വ്യക്തി റിലേറ്റഡ് ആയത് നിങ്ങൾക്ക് ഡൗട്ടാണ്, ഈ വ്യക്തിയോട് ഞാൻ എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യത്തിലെങ്കിൽ ഇതിലൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഈ വരാൻ പോകുന്ന 52 ഡേയ്സിനുള്ളിൽ ലഭിക്കുന്നതാണ്. എന്ത് പ്രശ്നമാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ അന്തരാത്മാവ് പറയുന്ന എന്താണോ അത് കേൾക്കുക. നിങ്ങളുടെ അന്തരാത്മാവെന്ന് പറയുന്ന ഉള്ളിൽ ദൈവമാണ്. ദൈവം പറയുന്നതാണ് അന്തരാത്മാവിലൂടെ നമ്മുടെ ഉള്ളിൽ വരുന്ന ആ ഒരു എനർജി. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ പറയുന്നത് അത് കേൾക്കുക. ഇവിടെ ചില വ്യക്തികൾ നിങ്ങളുടെ ബന്ധങ്ങളിൽ, നിങ്ങളുടെ ക്യാഷിൽ ഇതൊക്കെയൊക്കെയാണ് കണ്ണ് വച്ചേക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ. അവർ എപ്പോഴും പുറമേ നിങ്ങളോട് നല്ല രീതിയിലാണ് പെരുമാറുന്നത്, പക്ഷേ അവരുടെ ഉള്ളിലെ ഭാവം ഇതാണ്: നിങ്ങളുടെ ആ ഒരു പൈസ എങ്ങനെ ഇവരുടെ കയ്യിലാക്കാം, നിങ്ങളുടെ ആ ഒരു ബന്ധങ്ങളെ എങ്ങനെ തകർക്കാം, അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാർ ഇനി എന്തൊക്കെ തീരുമാനം എടുക്കുമോ അതെല്ലാം ഇവർക്ക് വിപരീതമാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവർ നല്ലതെന്നും പറഞ്ഞെടുക്കുന്ന തീരുമാനങ്ങൾ ഇവർക്ക് വിപരീതമാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഭയങ്കരമായിട്ട് ഒരു തിടുക്കം എല്ലാ കാര്യത്തിനും ഇവർ കാണിക്കും. അത് കാരണം എടുക്കുന്ന തീരുമാനങ്ങൾ ഇവർക്ക് മോശമാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവരുടെ ഇപ്പോഴത്തെ ഗതിയും മുന്നത്തെ ഗതിയും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. മുന്നേ ഫാസ്റ്റായിട്ടാണ് ഇവരുടെ ജീവിതം നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നത്, പക്ഷേ ഇപ്പോൾ വളരെ സ്ലോയിൽ ആണ് കാണാൻ സാധിക്കുന്നത് പോകുന്നത്. ഇവിടെ കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ ഇവർക്ക് ആക്സിഡൻ്റ് ഉണ്ടായതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവരുടെ ലൈഫിൽ 3 പ്രാവശ്യം ആക്സിഡൻ്റ് ഉണ്ടായി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾ നോട്ടീസ് ചെയ്യുക. നിങ്ങളുടെ ഏതോ ഒരു ശത്രുവിനാണ് ഈ ഒരു ആക്സിഡൻറ്റ് 3 പ്രാവശ്യമാണ് അവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്നത്. അവർ എന്താണോ കർമ്മം ചെയ്ത് അതിൻ്റെ ഫലമാണ് അവർക്ക് ദൈവം കൊടുക്കുന്നത്. ഇവിടെ നിങ്ങൾ റിലേറ്റഡ് ആയിട്ട് ഒരു വലിയൊരു ആക്ഷൻ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കും. കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ വഴികൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇനി കാണാൻ സാധിക്കുന്നതായിട്ട്, ഡയറക്ഷൻ കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് അങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഹൃദയം ഇനി നിങ്ങളോട് പറയും, എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ശരിയായിട്ടാണ് പോകുന്നത് എൻ്റെ ലൈഫിൽ എന്നുള്ള രീതിയിൽ. ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ആൾക്കാരുടെ ശ്രദ്ധ കൂടുതലായിട്ട് വയ്ക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കാരണം നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ചസ് വരുമ്പോൾ നിങ്ങൾക്ക് അതിനൊക്കെ ഒരു മനസ്സ് തോന്നും. ഇവിടെ പഴയ എന്തെങ്കിലും സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് വീണ്ടും നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് പഴയതായിട്ടുള്ള എന്തെങ്കിലും ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് ഇതെനിക്ക് പൂർണ്ണമാക്കണം ഈ ഒരു ആഗ്രഹം എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ എല്ലാ രീതിയിലും നിങ്ങളുടെ ലൈഫിൽ ഒരു സന്തോഷം ഉണ്ടാവുന്നതായിട്ട്, നെഗറ്റിവിറ്റിയുടെ ആ ഒരു ഡോറ് നിങ്ങളുടെ മുന്നിൽ അടയുന്നതായിട്ട്, ഇനി ഒരു നെഗറ്റിവിറ്റിക്ക് എൻ്റെ ലൈഫിൽ സ്ഥാനമില്ല എന്നുള്ള രീതിയിൽ എല്ലാ രീതിയിലുമുള്ള സന്തോഷം ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി നിങ്ങളുടെ വായിൽ നിന്ന് ഇങ്ങനൊരു ശബ്ദം ഉണ്ടാകും: എന്തോ വലിയ ആ ഒരു ബ്ലാക്ക് മാജിക് എൻ്റെ ലൈഫിൽ നിന്ന് പൂർണ്ണമായി പോയി എന്നുള്ള രീതിയിലുള്ള ശബ്ദം. ഇനി നിങ്ങൾക്ക് ഒന്നിനും ഒരു കാര്യത്തിനും പേടി ഉണ്ടാവത്തില്ല. അതായത് ആൾക്കാർ എൻ്റെ മേൽ തന്ത്രമന്ത്രം ചെയ്യുമോ, ഞാൻ നെഗറ്റിവിറ്റി സെൻഡ് ചെയ്യുമോ, അങ്ങനൊരു പേടി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവത്തില്ല. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ പോസിറ്റിവിറ്റിയിൽ, ദൈവത്തിലോടുള്ള ആ ഒരു വിശ്വാസത്തിൽ കൂടുതലായിട്ട് ഒരു വിശ്വാസം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. എന്തൊക്കെ സിറ്റുവേഷനാണോ നിങ്ങളെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത്, അപ്പോൾ മറ്റൊരു രീതിയിൽ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ആക്കി ആ ഒരു തടസ്സത്തെ ഇല്ലാതാക്കി കളയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതാണ് നിങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് ആക്കുന്ന. അത് 2 മാസം മുന്നേ നിങ്ങളുടെ ലൈഫ് എങ്ങനെയായിരുന്നു, ഇപ്പോൾ നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണെന്ന് ചിന്തിക്കുന്ന രീതിയിൽ ആൾക്കാർ ആ രീതിയിൽ ഒരു തീരുമാനം, ഒരു ആക്ഷൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അച്ചീവ്മെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടും. ആ ഒരു അച്ചീവ്മെൻറ്റ് നിങ്ങൾ സ്വന്തമാക്കുന്നതിലൂടെ നിങ്ങളുടെ ലൈഫ് പൂർണ്ണമായിട്ടും മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ വളരെ വലിയൊരു അന്തരം, അതായത് രാത്രിയും പകലും എന്നുള്ള ഒരു അന്തരം, അങ്ങനെ ഒരു അന്തരം നിങ്ങൾക്ക് ഉണ്ടാകും. അതായത് മുന്നേ നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണ്, ഇപ്പോൾ നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ള രീതിയിൽ.
ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എവിടെയാണ് പ്രശ്നം, അവിടെ ആ ഒരു പ്രശ്നം നേരെയാക്കാൻ വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ നിങ്ങൾ തീരുമാനിച്ച് പ്ലാൻ ചെയ്ത് എന്തോ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ആ ഒരു പ്രശ്നം മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഗൈഡൻസ് ആയിട്ട് വന്നിരിക്കുന്നത്, നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാത്തവരാണെങ്കിൽ കുറച്ചൊന്ന് മെഡിറ്റേഷൻ ഒരു 10 മിനിറ്റെങ്കിലും പറ്റുമെങ്കിൽ 10 മിനിറ്റെങ്കിലും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. അതായത് ഇങ്ങനെ ചിന്തിക്കുക, മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കൊരു ചാബി ലഭിക്കും. ആ ഒരു ചാബി കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആക്കാൻ സാധിക്കുമെന്ന്. അതുകൊണ്ട് അങ്ങനെയെങ്കിലും ചിന്തിച്ച് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. ഇവിടെ നിങ്ങൾക്കിപ്പോൾ ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ, ആ അപകടപ്പെടുത്തുന്നതും പേടിപ്പെടുത്തുന്നതുമായുള്ള ആ ഒരു സ്ഥിതികൾ ഇനി വരത്തില്ല നിങ്ങളുടെ ലൈഫിൽ എന്നാണ്. ലൈഫിൽ സന്തോഷവും സുഖവും ലഭിക്കുന്ന ആ ഒരു സ്ഥിതികളാണ് ഇനി നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചില സമയം നമ്മുടെ ആ ഒരു ഉള്ളിലെ ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ പല കാര്യങ്ങൾക്കുമുള്ള പരിഹാരം നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് മെഡിറ്റേഷൻ ചെയ്യാൻ പറഞ്ഞത്. മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ പല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ 7 നമ്പറാണ് കൂടുതലായിട്ട് നിങ്ങൾക്ക് ആകർഷണം തോന്നുന്ന നമ്പറെങ്കിൽ നിങ്ങൾക്ക് മുന്നേ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നു. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഒരിക്കലും ഒരു നോർമൽ ലൈഫ് ജീവിക്കത്തില്ല. സംഘർഷങ്ങളും എല്ലാം കൂടെ നിറഞ്ഞ ഒരു ലൈഫായിരിക്കും ജീവിക്കുന്നത്. പക്ഷേ ഒരു സമയം കഴിയുമ്പോൾ നിങ്ങളുടെ ഭാഗ്യം നിങ്ങൾക്ക് സപ്പോർട്ടായിട്ടിരിക്കുകയും ചെയ്യുന്നതാണ്. ഇവിടെ ഒരു സമയം നിങ്ങളെ ആൾക്കാർ ഒരു രീതിയിലും ഒരു റെസ്പെക്റ്റോ ബഹുമാനമോ ഒന്നും തന്നില്ല, നിങ്ങളുടെ വാക്കുകൾക്ക് ഒരു വാല്യൂവും തന്നില്ല എങ്കിൽ ഒരു സമയം കഴിയുമ്പോൾ നിങ്ങൾക്ക് റെസ്പെക്റ്റും ബഹുമാനവും ആൾക്കാർ നിങ്ങളെ ഒക്കെ വാല്യൂ തരുന്നതായിട്ടുള്ള ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി സ്നേഹത്തിൻ്റെ കുറവാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ട്, അങ്ങനെ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിൻ്റെ കുറവ് നികത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് ചാബി കൂടുതലായിട്ട് കാണാൻ സാധിക്കും. ചാബി കാണുന്നതിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ, നിങ്ങളുടെ ആ ഒരു പ്രശ്നത്തിന് പരിഹാരം ലഭിച്ചു. അതായത് വരാൻ പോകുന്ന സമയം നിങ്ങളുടെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് പരിഹാരം നിങ്ങൾക്ക് ലഭിക്കാൻ തുടങ്ങുമ്പോഴാണ് ചാബികൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ചിലപ്പോൾ ഇമേജ് ത്രൂ, വീഡിയോ ത്രൂ അല്ലെങ്കിൽ നേരിട്ടൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ചാബികൾ ഇങ്ങനെ കാണാൻ സാധിക്കുന്നത്. പിന്നെ നിങ്ങളുടെ എന്തോ വലിയ ഒരു പ്രശ്നത്തിനുള്ള സമാധാനം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുകയാണ് എന്നും ഇവിടെ കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ ലൈഫിൽ സന്തോഷം എൻട്രി ചെയ്യാൻ പോകുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ സ്വപ്നം കാണാൻ സാധിക്കും, ഒരു ഡോറ് പൂട്ടിയിട്ടൊക്കെയാണ്, നിങ്ങളുടെ കയ്യിൽ ചാബിയുണ്ട്, നിങ്ങൾ ആ പൂട്ട് തുറന്ന് അകത്ത് കയറുന്നതായിട്ട്. ഇവിടെ ഇങ്ങനെ സ്വപ്നം ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇനി വരാൻ പോകുകയാണെങ്കിൽ പോലും കണ്ടിട്ട് രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിനോട് നന്ദി പറയണം. കാരണം നിങ്ങളുടെ ലൈഫിൽ ഭാഗ്യത്തിൻ്റെ ആ ഒരു പൂട്ട് തുറന്നിരിക്കുകയാണ്, ഭാഗ്യം എൻട്രി ആവാൻ പോവുകയാണ്. അതായത് താങ്ക് യു സോ മച്ച് ദൈവമേ, എനിക്ക് ഇങ്ങനെ ഒരു സ്വപ്നം അങ്ങ് കാണിച്ചു തന്നതിന് ഒത്തിരി നന്ദിയുണ്ട് എന്ന് ദൈവത്തിനോട് പറയുക. അപ്പോൾ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ സന്തോഷം എന്താണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതെന്ന് നോക്കുമ്പോൾ ഇതാണ് ആ ഒരു സന്തോഷം. എല്ലാ രീതിയിലും നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്നത്, അതായത് കുടുംബം റിലേറ്റഡ് ആയിട്ട് സന്തോഷം, മാരേജ് നടന്നില്ല എങ്കിൽ നടക്കുന്നതായിട്ട്, ജോബ് ഇല്ല എങ്കിൽ ജോബ് ലഭിക്കുന്നതായിട്ട്, ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടാവുന്നതായിട്ട്, അങ്ങനെ എല്ലാ രീതിയിലും നിങ്ങൾക്ക് സന്തോഷം മാത്രം ലഭിക്കുന്ന ആ ഒരു സമയം. ഇവിടെ ചില ആൾക്കാർക്ക് ജോബ് നല്ലതായിട്ട് ലഭിച്ചു, പെട്ടെന്ന് ആ ജോബ് ഇല്ലാതായി, അല്ലെങ്കിൽ ഒരു നല്ല ആലോചന വന്നു, ആ ആലോചന ഇല്ലാതായി. അപ്പോൾ എന്ത് കാര്യം നടക്കുന്നുണ്ടെങ്കിലും ഒരു റീസൺ ഉണ്ടാകും, അതുകൊണ്ടാണ് അത് നടക്കുന്നത്. അതുകൊണ്ട് അത് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കരുത്. ഇനിയും സമയമുണ്ട്, നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും എന്ന് വിശ്വസിക്കുക. ദൈവത്തിനറിയാം നിങ്ങൾക്ക് ബെസ്റ്റ് ഏത് എന്ന്. ആ ഒരു ബെസ്റ്റ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയായിരിക്കാം ഉണ്ടായിരുന്നതിനെ ദൈവം ഇല്ലാതാക്കിയത്. നിങ്ങൾ നിങ്ങളുടെ സോൾമേറ്റിനെ എപ്പോഴാണ് മീറ്റ് ചെയ്യേണ്ടതെന്ന് ദൈവത്തിനറിയാം. ആ ഒരു സമയമാകുമ്പോൾ ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ എൻ്റർ ആവുന്നതാണ്. അതേപോലെ ഏത് അവസരം എപ്പോൾ നിങ്ങൾക്ക് തരണം എന്നും ദൈവത്തിനറിയാം. ആ സമയമാകുമ്പോൾ ദൈവം ആ ഒരു അവസരം നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ ഇതാണ് റീഡിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.